ഫലസ്തീനിക്ക് കടലിലൂടെ നീന്തിയാൽ നേരെ മദീന സൗദി ചെന്ന് കയറാം. കടലിലൂടെ നീന്തിയാൽ. കുറെ മരുഭൂമി താണ്ടിയാൽ സിറിയയിലേക്ക് ചെന്ന് കയറാം. കുറെ തോട്ടങ്ങളും കൃഷിയിടങ്ങളും താണ്ടിയാൽ അവർക്ക് ഈജിപ്തിലേക്ക് ചെന്ന് കയറാം. കുറെ മരുഭൂമിയും കുറെ തോട്ടങ്ങളും ഒക്കെ അങ്ങോട്ട് കടന്നാൽ ജോർദാനിൽ ചെന്ന് കയറാം. എന്ന് പറഞ്ഞാൽ ഫലസ്തീനിന്റെ ചുറ്റും ചങ്ങലക്കണ്ണികൾ പോലെ അറബി രാജ്യങ്ങളാണ്. എവിടെയും കയറി ചെന്നിട്ട് സലാം ചൊല്ലിട്ട് ഞാൻ ഫലസ്തീനിയാണേ എന്ന് പറഞ്ഞാൽ ഈ രാജ്യക്കാരെല്ലാം അവരെ ആലിംഗനം ചെയ്ത് അകത്തുകൊണ്ടേ സ്വീകരിക്കും. പക്ഷേ ഫലസ്തീനി പോകുന്നില്ല, അത് വേറെ കാര്യം. നേരെ മറിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നീ പൗരത്വരേഖ വേറെ ആർക്കും ഉള്ളതല്ല, നിനക്കുള്ളതാ. ഏക സിവിൽ കോഡ് വേറെ ആർക്കും ഉള്ളതല്ല, നിനക്കുള്ളതാണ്. ഉത്തരാഖണ്ഡിൽ കണ്ടില്ലേ, 3% ആദിവാസികളുള്ളൂ, അവർക്ക് ഏക സിവിൽ കോഡ് ബാധകമല്ല. പിന്നെ ആർക്കാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നത്? ഇവിടുത്തെ ഒരു മതവിഭാഗക്കാരുടെയും പൗരത്വം ഞങ്ങൾ ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട. മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വരേഖ വേണം. ആർക്കാണ് പൗരത്വരേഖ? നിനക്കാണ്. ആർക്കാണ് ഏക സിവിൽ കോഡ്? നിനക്കാണ്. ആർക്കാണ് തടങ്കൽ പാളയങ്ങൾ? അത് നിനക്കാണ്. എല്ലാം ഇസ്രായേലിനെ കണ്ട് പകർത്തുന്നതാ. ഈ നിലയ്ക്ക് നിന്നെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ. പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണല്ലോ എന്നുള്ള നിലയ്ക്ക് നീ പാകിസ്ഥാനിലേക്ക് അഭയം തേടി അങ്ങോട്ട് കടന്നു ചെന്നാൽ സലാം ചൊല്ലി നിന്നോട് ചോദിക്കും, നീ ആരാണ്? ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പ തലവിട്ടു. ഇന്ത്യക്കാരനായ നിന്നെ പാകിസ്ഥാൻ കണ്ട അപ്പ തലവിട്ടു. എനിക്ക് ഹജ്ജ് സർവീസ് ഉള്ള ആളാ, ഇന്ത്യ ഗവൺമെന്റിന്റെ ലൈസൻസോട് കൂടിയുള്ള സർവീസ് നടത്തുന്ന ആളാ ഞാൻ ഹാജിമാരെ കൊണ്ടുപോകുന്നുണ്ട്. പാകിസ്ഥാനികൾ എടുത്തിരിക്കുന്ന ബിൽഡിംഗ് ഞങ്ങൾ എടുക്കൂല. എന്ത്? യാതൊരു മയവും ഒരു ദയവുമില്ലാതെ ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഹറമിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കണത്. ഇതാണ് പാകിസ്ഥാൻ. രക്ഷപ്പെടുവോ? പിന്നെ നിനക്ക് എന്താണോ രക്ഷ? ഈ പള്ളിയുടെ അത്രയും നീളത്തിലുള്ള ട്രക്കർ നിങ്ങൾ കണ്ടു കാണും. നിങ്ങളുടെ വീട്ടിൽ വന്റെ പത്രത്തിലുണ്ടോന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വളർത്തുന്ന പത്രങ്ങളൊക്കെ പലതും ചിലപ്പോൾ ഇസ്രായേലിന് പണം കിട്ടുന്ന പത്രമായിരിക്കും. ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റിയോടുകൂടി ഇറങ്ങുന്ന അവിടുത്തെ ഒരു പത്രത്തിനകത്ത് ഞാൻ കണ്ടതായി പള്ളിയുടെ അത്ര നീളമുള്ളതായ ഒരു വലിയ ട്രക്കർ. അതിന്റെ പ്ലാറ്റ്ഫോമിൽ മനുഷ്യന്മാരെ ഇങ്ങനെ അടക്കിയിരുത്തിയിരിക്കുകയാണ്. അടിയിൽ അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. കൈകാലുകൾ ബന്ധിച്ച് കണ്ണുകൾ മൂടിക്കെട്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൽ കൊണ്ടുപോകുന്ന ഫലസ്തീനി പുരുഷന്മാർ. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടക്കുന്ന ആ വണ്ടിയിൽ തകരത്തിന്റെ പ്ലാറ്റ്ഫോമില് ആ മനുഷ്യർ നഗ്നരായിട്ടിരിക്കുമ്പോൾ പൊള്ളുന്നതായ ഊര ഒന്ന് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളെല്ലാം ഈ കസേരയിൽ അകന്നകന്നിരിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ അടുപ്പിച്ചിരുത്തിയിരിക്കുന്ന ഫോട്ടോയാ ഞാൻ കാണുന്നത്. അടുപ്പിച്ചിരുത്തിയിരിക്കുക. ഈ കൈകാലുകൾ ബന്ധിച്ച മനുഷ്യരെ ആ ട്രക്കറിന്റെ അകത്തേക്ക് അതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ അടുപ്പിച്ച് കയറ്റി ഇരുത്തിയപ്പോൾ തന്നെ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും? കയ്യും കാലും കെട്ടിയ ഒരു മനുഷ്യനെ അതിലേക്ക് എങ്ങനെയാ കയറ്റുക? എങ്ങനെയാ ഇരുത്തുക? ഇനി ഇരുന്നു 2 മണിക്കൂർ നീ വെയിൽ കൊണ്ടാ മതി. നിന്നെ കൊണ്ടേ ആക്കുന്നത് AC റൂമിലേക്കാണ്. അല്ല, അജ്ഞാത കേന്ദ്രം. ചുണ്ടിൽ ടേപ്പൊട്ടിക്കുകയാണ്, കൈകൾ ബന്ധിക്കുകയാണ്, കാലുകൾ ബന്ധിക്കുകയാണ്. വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കടാര കൊണ്ട് പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വരയും. അപ്പൊ തോലങ്ങ് പൊളിയും. വീണ്ടും അവിടെ തന്നെ വരയും. മാംസം വിടരും. വീണ്ടും അവിടെ തന്നെ വരയും. നട്ടെല്ലിന്റെ ജോയിന്റുകൾ വിടും. പച്ചയായ മനുഷ്യൻ. യശോമോനക്കം സൂവല്ലതാ. ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനയാണ് മുസ്ലിം സമൂഹമാകുന്ന ഫലസ്തീനി ഇസ്രായേലികളെ കൊണ്ടെന്ന് അനുഭവിക്കുന്നത്. കുഞ്ഞുങ്ങളെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയാൽ കടാരയുടെ മന കൊണ്ടിട്ട് അതിന്റെ ഒരു കണ്ണിന്റെ കൃഷ്ണമണി മാത്രം തോണ്ടിയെടുക്കും. കണ്ണിന്റെ ഒരു കൃഷ്ണമണി തോണ്ടുമ്പോൾ ആ കുഞ്ഞ് വിളിക്കുന്നത് ഉമ്മച്ചേന്നാണ്. സഹോദരിമാരെ,
ആ വിളി കേൾക്കാൻ അതിന്റെ നൊന്തപറ്റ ഉമ്മ അടുത്തില്ല എങ്കിൽ നിന്റെ ഒക്കത്തിതാ കുഞ്ഞിരിക്കുന്നുണ്ട്, നിന്റെ ഭർതത്തുമ്പിൽ പിടിച്ചോണ്ട് നിന്റെ മോളിരിക്കുന്നുണ്ട്, നിന്റെ മക്കള് നിന്റെ കുടുംബത്തിലുണ്ട്. അല്ലാഹുവേ, എന്റെ ഐഡന്റിറ്റിയാണല്ലോ ഫലസ്തീനിക്കുള്ളത്. എന്താണ് അവരുടെ ഐഡന്റിറ്റി? അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. അതാണ് യഹൂദന് പറയാനുള്ള ആരോപണം. നിന്നെ പറ്റിയും ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ള ആരോപണം എന്താണ്? ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിന്നെ പറ്റി പറയാനുള്ള ആരോപണം എന്താണ്? ഇവർ മുസ്ലിങ്ങളാണ്. അല്ലേ? മുസ്ലിങ്ങളാണ്. അല്ലാഹുവേ, എന്നെ പോലുള്ള എന്റെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ മക്കളെ ഇതുപോലെ ആക്രമിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ എന്നോടൊപ്പം താമസിക്കാൻ അനുവദിച്ചതായ അല്ലാഹു അക്ബർ. സുജൂദിലേക്ക് വീണ് നന്ദി പ്രകടിപ്പിച്ചോ? സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനെ വെടിവെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ കൂടെയാണല്ലോ, അല്ലാഹ് സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീണോ? കൃത്യമായി നിസ്കാരം നിലനിർത്തിക്കോ? സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ ഭാര്യനെ ക്രൂരമായി വ്യഭിചരിക്കുമ്പോൾ, കശാപ്പ് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂട്ടത്തിലുണ്ടല്ലോ, അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുജൂദിലേക്ക് വീണോ? ലൈൻ ശക്കറത്തും, അവിടെ കാണുന്ന അക്രമത്തിനും അനീതിക്കും, അവിടെ കാണുന്ന പീഡനങ്ങൾക്കും ദുരിതങ്ങൾക്കും നിന്നെ അല്ലാഹു തആല വിധേയനാക്കാതെ നിന്നെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ശുക്ർ ചെയ്യാൻ, റഹ്മാനായ തമ്പുരാന് സുജൂദ് ചെയ്യാൻ നീ തയ്യാറുണ്ടെങ്കിൽ ലാസീദന്നക്കും, ഈ അനുഗ്രഹം നിനക്ക് നിലനിർത്തി തരാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് വെറുപ്പുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാവില്ല. മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകണമെന്ന് പറയുന്നവരുടെ മനസ്സിനെ അല്ലാഹു തആല മാറ്റിത്തരും. നിങ്ങളോട് അവർക്ക് സൗഹാർദ്ദതയും സ്നേഹവും ഉണ്ടാകും. നമ്മുടെ മുൻഗാമികൾ പാടുപെട്ട് നേടിയെടുത്ത ഭരണഘടന പ്രകാരം ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല തരും. വലയിൻ ശക്കർത്തും, പലസ്തീനി എന്തും ചെയ്യട്ടെ, അവർക്കെന്തും അനുഭവിക്കട്ടെ, എനിക്ക് ആരെ തട്ടിച്ചിട്ടാലും വേണ്ടില്ല തിന്നണം, ആരെ പറ്റിച്ചാലും വേണ്ടില്ല കാശുണ്ടാകണം, ഏത് അവളായാലും വേണ്ടില്ല ഏത് അവനായാലും വേണ്ടില്ല എനിക്ക് സുഖിക്കണം, ഉമ്മാനെ കൊന്നിട്ടായാലും വേണ്ടില്ല എനിക്ക് മയക്കുമരുന്ന് വേണം. നീ തെമ്മാടിത്തരത്തിലൂടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള നടപടി കടുകടുപ്പമായിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കടുകടുപ്പമായ ഒരു വ്യാപകമാകുന്ന ഒരു ശിക്ഷയും കാര്യങ്ങളും ഈ രാജ്യത്ത് വന്നാൽ വിതുരക്കാര് ചേമ്പിന്റെ ഇടപോല പോലെ നനയാത്തതുപോലെ വിതുരയിലേക്ക് നാശം വരാതെ നിങ്ങൾക്ക് നിലനിൽക്കണോ? അതിന് പറ്റിയൊരു ഒറ്റമൂലിയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരാം. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഫലസ്തീനിയുടെ അവസ്ഥയിലേക്ക് തന്നെയല്ലേ നമ്മുടെ തലമുറയും പോണത്. 1913-18 കാലഘട്ടം ലോകം അറിഞ്ഞതായ ഒന്നാം ലോക മഹായുദ്ധം. യുദ്ധാനന്തരം യഹൂദന്മാർക്ക് ഈ ഭൂമിയിൽ ഒരു തരി മണ്ണില്ലാതെയായി. ശ്രദ്ധിച്ചോളണം എല്ലാവരും. ഞാൻ ഈ പറയുന്ന അവസ്ഥയാണോ ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ തലമുറയ്ക്ക്? എന്നാൽ ഒരു നിലയ്ക്കും ഈ തലമുറയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തൂല. നേരിക്ക് നേരെ ഖുർആന്റെ പ്രഖ്യാപന, നിങ്ങൾ മുസ്ലിമാന്നും പറഞ്ഞ് ഇവിടെ ജീവിച്ചിട്ട് ഇസ്ലാമിനെ കളഞ്ഞു കുളിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, നിങ്ങളെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിക്കളയും. അതാണ് ഇന്ന് ഫലസ്തീനിൽ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രൂരമായി ഇപ്പൊ ആണുങ്ങളെ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് പറഞ്ഞു. സഹോദരിമാരുടെ അവസ്ഥ എന്താ മോളെ പറ? ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഫലസ്തീനികൾ എന്ത് സൗന്ദര്യമുള്ളവരാണെന്നറിയോ? നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ ജനാസയൊക്കെ എങ്ങനെ കണ്ണീരോടെ എങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കണ ചിലര്? എന്താണ് ഇപ്പൊ ആ കുഞ്ഞിന്റെ ഒക്കെ അഴക്? പുഷ്പം പോലെ ഇരിക്കുന്ന മക്കള് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, അവർ യൂസുഫ് നബിയുടെ പിന്തലമുറക്കാരാ. ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിയുടെ പിന്തലമുറക്കാരാ. യൂസുഫ് നബി ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവാനായിരുന്നു. ഞാൻ ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ അങ്ങനെ ഫലസ്തീനൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഒരിക്കൽ. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു, ദേ ആ പൊട്ട ജനലിന്റെ ഇടയിൽ ആ സ്ക്രീനിന്റെ മറയിൽ ഒരു മുഖം നോക്കിക്കെന്ന് പറഞ്ഞു എന്നോട്. അല്ലാഹു അക്ബർ. ഒരു പെൺകുട്ടി നോക്കിയാണ്, ഒരു പൊട്ട ജനല മൊത്തം പൊളിഞ്ഞത് അവരുടെ വീടുകളൊക്കെ. അവിടെ ഇരിക്കുന്ന ഒരു കട്ടന്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ സംഘം ഇങ്ങനെ പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം. ഇങ്ങനെയുള്ള കുട്ടികൾ, ആയിരക്കണക്കിന് പെൺകുട്ടികൾ. ആണുങ്ങളുടെ ക്രൂരമാകുന്ന അവർക്ക് കിട്ടുന്ന അവസ്ഥ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു.
കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണം. ഞാനൊന്ന് സൂചിപ്പിച്ചു, എത്രയോ മക്കളെ കൊന്നുകളഞ്ഞു. വെറും ബ്രോയിലർ കോഴി അറക്കുന്നത് പോലെ ഒരുത്തൻ ഇങ്ങനെ പിടിക്കും, മറ്റവൻ ഇങ്ങനെ അറക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുമോളെ. ആയിരക്കണക്കിന് പെൺകുട്ടികൾ ദുഷ്ടന്മാരാകുന്ന, അക്രമികളാകുന്ന, തെമ്മാടികളാകുന്ന യഹൂദന്മാർക്ക് കിടന്നു കൊടുക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ആ കുട്ടികൾ ഇന്ന് എന്ന് ആഗ്രഹിക്കുന്ന, അല്ലാഹ്, ഈ ദുഷ്ടന് വേണ്ടി ഞാൻ കിടന്നു കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നെ അങ്ങ് മരിപ്പിച്ചിരുന്നായിരുന്നു നിങ്ങൾ റബ്ബേ. 10,000-കണക്കിന് പെൺകുട്ടികൾ ഇന്ന് ജൂതന്മാരുടെ അടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായി നമ്മുടെ കുടുംബത്തിൽ കഴിയോ മോളെ? അവിടെ ഇറക്കിയ അതേ തമ്പുരാൻ തന്നെയാണ് ഇവിടെ നമ്മളെയും ഇതേ നിലയ്ക്ക് ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചോ, ഞാൻ എൻ്റെ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. 18 യുദ്ധം അങ്ങ് കഴിഞ്ഞതോടുകൂടി ആകാശത്തിന്റെ താഴെ യഹൂദന്മാർക്ക് മണ്ണില്ലാതെയായി. നമ്മുടെ ഇമാമിങ്ങളുടെ വ്യാഖ്യാനമൊക്കെ എടുത്ത് അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഈർക്കിളിച്ചൂലിന്റെ കെട്ടഴിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞാൽ ഈർക്കിളികൾ എങ്ങനെ ചിതറിപ്പോയി വീഴുമോ അപ്രകാരമായി യഹൂദന്മാർ ഈ ലോകത്ത്. ഞങ്ങളുടെ മട്ടാഞ്ചേരിയിൽ വന്ന് ചാടി ഒരെണ്ണം, ചേന്നമംഗലത്ത് വന്ന് ചാടി വേറെ ഒരെണ്ണം, ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത്. ആ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി, ഇപ്പൊ പേ പിടിച്ച് ഓടി നടക്കുന്നത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്, ആന്റണി ബ്ലിങ്കൺ. അവൻ എല്ലാ കാക്കാമാരുടെ അടുത്തോടെ ചെല്ലും, വെടിവെപ്പ് ശക്താക്കുന്നതിന് മുമ്പ്. സൗദി ചെല്ലും, സിറിയ ചെല്ലും, കുവൈറ്റ് ചെല്ലും, ഖത്തറി ചെല്ലും, തുർക്കി ചെല്ലും, എല്ലാ സ്ഥലത്തും ചെല്ലും. കാക്കാനോട് ഒരു മിണ്ടരുത്, അവിടെ കൊല്ലാൻ പോവാണ്. കാക്ക പറയും മിണ്ടൂല. കണ്ടില്ല ഒരു കാക്ക 25 ഏക്കർ കൊടുത്തേക്കണേ, പോത്ത്. എന്നിട്ട് അവൻ തലയിൽ വട്ടം വച്ചുകൊണ്ടിട്ട് സ്വാമിമാരൊക്കെ കൈകൂപ്പിക്കുകയാണ്. ഇത് തന്നെ ഇപ്പൊ ഫലസ്തീനും പറ്റിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫലസ്തീനും സംഭവിച്ചത് ഇതാണ്. മണ്ണില്ലാതെ യഹൂദന്മാർ ഓടി നടക്കുമ്പോൾ അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി വന്നത് ഫലസ്തീനിലാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കുറ്റം പറയും, എന്തിനാണ് ഫലസ്തീനി യഹൂദന് കിടക്കാൻ മണ്ണ് കൊടുത്തത്? ഫലസ്തീന് ഖുർആൻ അനുസരിച്ചാ ചെയ്തത്, ഒരു തെറ്റും ഫലസ്തീന് ചെയ്തിട്ടില്ല. ആൾക്കാരിപ്പോ പറയണ്ട് യഹൂദനെ കിടത്താൻ അനുവാദം കൊടുത്തിട്ടല്ലേ യഹൂദൻ ഇപ്പൊ ഇവനെ ഉന്തിച്ചാടിച്ചത്. അങ്ങനെയാ, ഉന്തിച്ചാടിച്ചു. ബെഞ്ചേല് സ്ഥലമില്ല, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇരുന്നിട്ട് എന്ത് ചെയ്തു? തിക്കി 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 ബെഞ്ചേന്ന് മൊത്തം താഴത്തേക്ക് അടി. ഇപ്പൊ റഫ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് നിർത്തിയിരിക്കുക, ബാക്കിയൊക്കെ കൊന്നു. അവിടെ ഉള്ളതിനെ കൊല്ലല്ലേന്ന് ഇപ്പൊ എല്ലാവരും പറയണേ. നീ പോടാന്നാണ് തന്നെയാവും പറയണേ. ഡെയിലി കൊന്നു. ആർക്കും ഇപ്പൊ ഒരു വാർത്തയൊന്നുമല്ല. 2023 ഒക്ടോബർ 7 മുതൽ കുറെ ദിവസത്തേക്ക് മിമ്പറുകളിൽ ദുആ ഉണ്ടായി, മീറാബുകളിൽ ദുആ ഉണ്ടായി, പള്ളികളിൽ കുനൂത്തുകൾ ഉണ്ടായി, മുസല്ലകളിൽ കണ്ണീരുണ്ടായി. ഇപ്പൊ ഒരു 85% പ്രശ്നമില്ല. 85% മിമ്പറിലും ദുആ ഇല്ല, മീറാബിലും ദുആ ഇല്ല, മറന്നുപോയി. പിന്നെ ഇപ്പൊ എന്താണ്? ഇസ്ലാമിക് ഐഡന്റിറ്റി ഉള്ള ചില പത്രങ്ങളിൽ വരുന്നു, കഴിഞ്ഞ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 250 എണ്ണത്തിനെ കൊന്നു. അങ്ങനെയാണ് 250 ബ്രോയിലർ കോഴീനെ കൊന്നു എന്നല്ലേ പറഞ്ഞേ? 250 മുസ്ലിമിനെ. കണക്ക്, ആ കണക്കൊന്നും ശരിയല്ല, കൊന്നു. പിറ്റേ ദിവസം കാണും 190 എണ്ണത്തിനെ കൊന്നു. അങ്ങനെയാണ് 24 മണിക്കൂറിന്റെ കണക്ക് മാത്രമേ ഇപ്പൊ എന്നുള്ളൂ. ജനങ്ങളെ, ഇത് കേട്ടിട്ട് എന്തേ നമ്മൾ പഠിക്കാത്തത്? എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? അതാ ശ്രദ്ധിച്ചോ. കിടക്കാൻ ഇടം കൊടുക്കണമെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഫലസ്തീനിൽ വന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണ്? അമേരിക്ക ചോദിച്ചാൽ തരൂല, കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ല. ബ്രിട്ടനോട് ചോദിച്ചാൽ തരൂല, ബൈബിളിൽ അങ്ങനെ ഇല്ല. ഇന്ത്യയിലും ഒന്ന് ചോദിച്ചാൽ തരൂല, രാമായണത്തിൽ അങ്ങനെ ഇല്ല, മഹാഭാരതത്തിൽ അങ്ങനെ ഇല്ല. അവിശ്വാസിയാണെന്നൊന്നും നോക്കണ്ട. ഒരു മനുഷ്യൻ നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവന് നീ അഭയം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഏക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്ന അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫാജിറുഹു. മുസ്ലിമല്ല, ഒരു മുശ്രിക്കായ മനുഷ്യൻ, ഒരു അവിശ്വാസിയായ മനുഷ്യൻ നിന്റെ അടുക്കൽ വന്ന് അഭയം തേടിയാൽ നീ അവനക്ക് അഭയം കൊടുക്കണേ. ഇതാ മനുഷ്യ സൗഹാർദ്ദം. മതസൗഹാർദ്ദം ലോകത്തില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ആൾക്കാർ പറയും മതസൗഹാർദ്ദം. എങ്ങനെ മതസൗഹാർദ്ദം ഉണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിൽ മതപരമായിട്ട് യോജിപ്പാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കണത്? അവർ ബദ്ധശത്രുക്കളാ.
യഹൂദന്മാരുടെ ബദ്ധശത്രുവാണ് മജൂസികൾ. യഹൂദന്മാരുടെ ബദ്ധശത്രുക്കളാണ് അമേരിക്ക. പക്ഷെ അവരെല്ലാം മനുഷ്യപരമായിട്ട് വലിയ അടുപ്പത്തില. മുസ്ലിം പറയുന്നു ഏക ഇലാഹ്, വേറെ ചില മതങ്ങൾ പറയുന്നു 33 ഇലാഹ്. ഇവർ തമ്മിൽ യോജിക്കണേ എങ്ങനെയാ? അവരുടെ വിശ്വാസം അവിടെ കിടന്നോട്ടെ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുമായിട്ട് ജീവിച്ചോ, പക്ഷെ മനുഷ്യനുമായിട്ട് സ്നേഹം വേണം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അവൻ മുശ്രിക്കാണോ നോക്കരുത്, അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണം. അതാണ് ബ്രിട്ടന്റെ വിദേശ സെക്രട്ടറി മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്ക് ഭാഗത്ത് ഒരൊറ്റ അമുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത നാട്ടില് ഫലസ്തീനിൽ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, ഈ യഹൂദന്മാർക്ക് കിടക്കാൻ ഇടം കൊടുക്കാമോ? ലോകത്തുള്ള യഹൂദന്മാരെല്ലാം വിളിച്ചിങ്ങനെ കൂട്ടി യഹൂദ രാഷ്ട്രം അവർ വ്യാപിപ്പിച്ച് ഇപ്പൊ ഫലസ്തീൻ എന്നുള്ളത് ഒരു ചെറിയ കടുക് പോലെയായി മാറി. എന്തുകൊണ്ട് മാറി? കിടക്കാൻ ഇടം കൊടുത്ത യഹൂദിക്ക് ഇടം കൊടുത്ത ഫലസ്തീനിയോട് അള്ളാഹ് എന്താ പറഞ്ഞ്? അഭയം ചോദിച്ചു വരുന്ന മുശ്രിക്കിന് നീ അഭയം കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഹത്താ യസ്മഅ കലാമല്ലാഹ്, നിന്റെ ജീവിതത്തിലൂടെ അള്ളാഹിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ, ഉറങ്ങണേന് ഇത് ശ്രദ്ധ കിട്ടൂല. ഞാൻ അങ്ങനത്തെ പ്രസംഗം എന്നെ പ്രസംഗിക്കുന്നു. ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ, കിടക്കാൻ ഇടം കൊടുക്കുക എന്നുള്ളൊരു ദീനി ദഅവത്താണ്. എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഇടം കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിന്നിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് കുടുംബജീവിതം, എങ്ങനെയാണ് അയൽവക്ക ബന്ധം, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എല്ലാത്തിനും നീ കാണിച്ചു കൊടുക്കണമെന്ന് ഫലസ്തീനിയോട് അള്ളാഹ് പറഞ്ഞെങ്കിൽ അവിടെ ഫലസ്തീനി പൊട്ടി. മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാ. ഇവിടെ ഇസ്ലാം പടർന്നത് ആരും വാളെടുത്തിട്ടല്ല, യുദ്ധം ചെയ്തിട്ടല്ല. മുസ്ലിം സമുദായത്തിന്റെ ജീവിതം കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു. അങ്ങനെയല്ലേ? സഹൽ റളിയല്ലാഹു തആലായുടെ തൊട്ടടുത്തുള്ളത് മജൂസി അല്ലായിരുന്നോ? മരിക്കാണ്ട ടൈമിലേക്കുള്ള രോഗം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഒരു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ അയൽക്കാരനൊന്ന് വിളിച്ചേ. അയാൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്കൊരു സത്യം മനസ്സിലായി. ഇക്കാലം വരെ ഞാൻ എൻ്റെ ടെറസിൽ നിന്ന് അഴുക്ക് അടിച്ചിട്ടുണ്ടിരുന്നത് ഇയാൾ കിടക്കണ സ്ഥലത്തേക്കാണല്ലോ. മജൂസി ചോദിച്ചു, സഹോദര നിങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങൾ അവസാന സമയത്തേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുന്നു, പക്ഷേ ഇക്കാലം വരെ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നൊരു ഉപദ്രവം ഉണ്ടായല്ലോ, നിങ്ങൾ അത് എന്തുകൊണ്ടിട്ടാണ് എന്നെ അറിയിക്കാതിരുന്നത്? ഖാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇതിങ്ങനെ ദേഷ്യം വരുന്നതൊക്കെ ക്ഷമിക്കാനും അയലക്കംകാരോടൊക്കെ നല്ല നിലയ്ക്ക് വർത്തിക്കാനും അവരിങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഉപകാരം ചെയ്യാനും, ഇതെല്ലാമാണ് സുഹൃതം എന്നാണ് എൻ്റെ ഖുർആനിലൂടെ എൻ്റെ നബി എനിക്ക് പഠിപ്പിച്ചെന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന അഴുക്ക് ഞാൻ ഡെയിലി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അതിനകത്ത് പരാതിയില്ല. എനിക്ക് ഞാനിപ്പോൾ കാലാകാലമായി വിശ്വസിക്കുന്ന വിശ്വാസം എനിക്ക് വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്കിത് അതാ ഖുർആൻ പറഞ്ഞേ, നീ യഹൂദനെ അവിടേക്ക് കിടക്കാൻ ഇടം കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യണം? യഹൂദന് നിന്നിലൂടെ അള്ളാനെ കാണിച്ചു കൊടുക്കണം. ഇവിടെ ഫലസ്തീനി തോറ്റു. ഫലസ്തീനി എന്ത് ചെയ്തു? ട്രൗസർ ഇട്ടുകൊണ്ട് വന്നതാ യഹൂദ ചെറുക്കനെ കണ്ടപ്പോ ഫലസ്തീനി ചെറുപ്പക്കാര് പാൻഡഴിച്ചു മാറ്റി, അവർ ഉടുതുണി അഴിച്ചു മാറ്റി, അവർ ട്രൗസർ ഇട്ടു. ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ബഹുമാനപ്പെട്ട ഉമറാക്കൾ അവർ പറഞ്ഞു, മക്കളെ ഇത് യഹൂദന്റെ സംസ്കാരമാണ് കേട്ടോ, ഇത് നിങ്ങൾ അനുകരിക്കരുത്. ഇത് നിങ്ങൾ അനുകരിച്ചാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നീ യഹൂദനായി പോവും കേട്ടോ മോനെ. അതുകൊണ്ട് നീ ട്രൗസർ ഇടല്ലേ, നീ പാന്റ് ഇട, തുണി ഉടുക്ക്. പോടാ തങ്ങളെ, പോടാ മൊയ്ലിയാരെ, പോടാ കമ്മട്ടി, പോടാ കാർന്നോമാരെ. ഏത്തി സമാനുൻ അലാ ഉമ്മത്തി يفرون من العلماء والفقهاء يبتليهم الله بثلاث بليات يرفع الله البركة من كسبهم يسلط الله عليكم سلطانا ظالما يخرجون من الدنيا بغير إيمان أو كما قال رسول الله. ലോകം അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഉലമാക്കളെ ബഹിഷ്കരിക്കുന്ന സമൂഹം ഉണ്ടാകും. ഒരു വലിയമാരൊന്നും വകവയ്ക്കൂല, തങ്ങന്മാരൊന്നും കണക്കിലെടുക്കൂല.
ആലിമീങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കൂല. 3 വിധത്തിൽ അവരല്ല പരീക്ഷിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഒന്നാമത്തെ, അവരുടെ ജീവിതത്തിലേ ബർക്കത്തുണ്ടാവില്ല. ഞാൻ ഓരോ ദിവസം പറയണ പോയിന്റുകളാണ് ഇത്. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ധിക്കാരിയായ ഭരണാധികാരിയെ കൊണ്ട് അല്ലാഹു തആല അവരെ ഭരിപ്പിക്കും. അല്ലാഹു അക്ബർ. അനുഭവിച്ചോ? നിങ്ങൾ നോക്കിക്കോ, 400 സീറ്റ് കിട്ടുമെന്ന് ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ 410 സീറ്റോട് കൂടി വീണ്ടും അവർ അധികാരത്തിൽ വരും. ഇവിടെ ഒരു ഇന്ത്യൻ മുന്നണി ഉണ്ടാവില്ല, ഒരു പ്രദേശം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോ, റസൂലുള്ളാഹിയുടെ വാക്കനുസരിച്ച്, ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്കനുസരിച്ച് ഒരു കാരണവശാലും ഒരു ഭരണമാറ്റം ഈ രാജ്യത്തുണ്ടാവില്ല. യസൂമൂനക്കും സൂവല്ലാതെ വർത്താനം കണ്ടോ? ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ആ ഭരണാധികാരിയെ കൊണ്ട് അല്ലാഹു തആല സമൂഹത്തിനെ അനുഭവിപ്പിക്കും. ഫലസ്തീനി അനുഭവിക്കുന്ന പോലെ ലോകത്ത് ആരെങ്കിലും അനുഭവിക്കണ്ടോ? നമുക്ക് പാഠമാകണം. ഊരിപ്പിടിച്ച വാളുമായി മുത്തുനബിയെ കൊല്ലാമെന്ന ആളാണ് സയ്യിദന ഉമറുൽ ഫാറൂഖ്. അന്ന് റളിയല്ലാഹു അൻഹു ആയോ? ഇല്ല. എന്താ അടുത്തേക്ക് വന്നിട്ടുണ്ടായത്? വാളങ്ങ് വലിച്ചെറിഞ്ഞു, മുത്തുനബിയുടെ കാൽക്കിലേക്ക് വീണു. ഇല്ലേ? ആ മനസ്സിന് മാറ്റം കൊടുത്ത ശക്തിയുടെ പേരാണ് അല്ലാഹ്. കൊല്ലാൻ വാളുമായി ഊരിത്തന്നവൻ, ഊരിപ്പിടിച്ച വാളുമായി വന്നവൻ വാള് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായി വന്ന കൊല്ലപ്പെടേണ്ടതായ വ്യക്തിയെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തെങ്കിൽ ആ മനസ്സിനെ മാറ്റിയ ശക്തിയുടെ പേരാണ് അല്ലാഹ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പലരും നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്, നിങ്ങൾക്കിവിടെ ഒരു അവകാശമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്നവന്റെ പേരാണ് അല്ലാഹ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പോരടിച്ച് രക്തം ചിന്തിയ ഈ സമുദായമാണ്. ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് നികുതി പണം തരുന്നത് ഈ സമുദായമാണ്. ഈ രാജ്യത്ത് പ്രധാനമന്ത്രിമാരെ കൊന്നവർ ഇവരല്ല, രാഷ്ട്രപിതാവിനെ കൊന്നവർ ഇവരല്ല, ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയവർ ഇവരല്ല, രാജ്യത്തിന് ഒറ്റുകൊടുത്തവർ ഇവരല്ല. ഇവർ ഈ രാജ്യത്ത് താമസിക്കേണ്ടവരാണ്. മറ്റ് മതവിഭാഗങ്ങളെ പോലെ ഇവർക്കും അവകാശമുണ്ട് എന്ന് ഭരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നവന്റെ പേരാണ് അല്ലാഹ്. ആ അല്ലാഹു പറയിപ്പിക്കണമെങ്കിൽ ലാ യുഗയ്യിറു മാ ബിഖൗമി മാ ബിഅൻഫുസിഹിം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ രക്ഷപ്പെടുത്തുകയില്ല. നിങ്ങൾ സ്വന്തം തെറ്റുകൾ തിരുത്തി മര്യാദയ്ക്ക് വരാതെ, നമ്മൾ തെറ്റിതിരുത്തി സംശുദ്ധമായ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങളെ അല്ലാഹ് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അതാണ് ഫലസ്തീനി. എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന മക്കൾ ആരാ? നിങ്ങൾ നോക്കിക്കോ. ഇവിടുത്തെ ക്രിസ്ത്യാനി പിള്ളേരല്ല, ഇവിടുത്തെ ഹിന്ദു പിള്ളേരല്ല. ഞാൻ ഇന്നലെ നാട്ടുകല്ലിൽ വയലു പറഞ്ഞിട്ട് സംസാരം കഴിഞ്ഞ വിശാലമായ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ, ഇന്ന് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ, അതിന്റെ മുന്നോടിയായിട്ടുള്ള വയലാണ് ഇന്നലെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. കസേരകൾ കുറെ കാലി, കുറെ പെങ്ങന്മാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവിടുന്ന് ഒരു 100 മീറ്റർ കഷ്ടി, 100 മീറ്റർ ഇല്ല, ഇങ്ങോട്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തിങ്ങോട്ട് പോന്നപ്പോ കാണാം ഭയങ്കരമായ ജനം, നിറയെ ബൈക്കുകൾ. ഇസ്ലാമിക ബെൽറ്റാണ്. നമ്മുടെ ഈ ഉസ്താദിനോട് ചോദിച്ചാൽ അറിയാം, സെൻട്രൽ പള്ളിയിലെ ഉസ്താദിനെ അറിയാം. ഈ നാടൊക്കെ ഈ നാട്ടുകല്ലെന്ന് പറയുന്ന ഈ പിന്നെ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് ടൗണിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളൂ. ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്ക് നീക്കുമ്പോൾ 2 സൈഡിലും, റോഡിന്റെ 2 സൈഡിലും നിറയെ ബൈക്കുകളും വാഹനങ്ങളും. അകത്ത് നോക്കിയപ്പോൾ ഭയങ്കര മോനെ വണ്ടി ഓടിക്കണേ. മോൻ ഇതെന്താ അപ്പൊ ഇവിടെ? ഞാൻ പറഞ്ഞു കളിയാവുള്ളൂ. ഞങ്ങൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് ഒറ്റ നോക്കിയപ്പോ ഫുട്ബോൾ കളിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ ജനാണ്. അപ്പുറത്തൊരു വയലിന്റെ മജ്‌ലിസുണ്ട്, യാതൊരു പരിഗണനയുമില്ല. ഇപ്പുറത്ത് കളിയുടെ സദസ്സുണ്ട്, അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. 99% മുസ്ലിങ്ങളുള്ള നാടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇവരെ ആര് നന്നാക്കും? ആലിമീങ്ങളെ ഇവരനുസരിക്കുവോ? തങ്ങന്മാരെ ഇവർ പരിഗണിക്കുവോ? കമ്മിറ്റിക്കാർക്ക് ഇവർ വല്ല പരിഗണനയുണ്ടോ? പ്രായത്തിൽ കൂടിയവരോട് വല്ല ബഹുമാനം ഇവർക്കുണ്ടോ? ഇങ്ങേറ്റം പിതാവിനോട് മാതാവിനോട് വല്ല താല്പര്യവും കടമ ഇവർക്കുണ്ടോ? ഇവരാര് നന്നാക്കും? മോളിൽ നിന്ന് നന്നാക്കും. അതാ കാണണേ. പടച്ചോൻ പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് തുടച്ചങ്ങോട്ട് മാറ്റും.
മാറ്റാൻ വേണ്ടി അള്ളാഹു തആല ഏൽപ്പിച്ചേക്കണ കശാപ്പുകാരന്റെ പേരാണ് നെതന്യാഹു. അവനോട് മടങ്ങിപ്പോകാനല്ല പറയണ്ടേ, മോളിലേക്ക് വിളിച്ചിട്ട് പറയണം, കത്തിയായിട്ട് വന്നവനെ നീ തിരിച്ചു പിടിക്കുക മുതലാളി എന്ന് മുതലാളിയോട് പറയണം. മുതലാളി വിട്ടിരിക്കുകയാണ്. ഇനി ഈ കശാപ്പെല്ലാം കഴിഞ്ഞു, നെതന്യാഹുവിന് സീറ്റ് കൊടുക്കുവോ? ഇല്ല. നേർക്ക് നേരെ ഖുർആൻ പറയുന്നു, എടാ നിന്റെ പണി കൊല്ലലാണ്, നിനക്കിവിടെ ജീവിതമൊന്നുമില്ല, നിനക്കിവിടെ അധികാരവുമില്ല. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ. ഞാൻ നേർക്ക് നേരെ ആയത്തെടുത്ത് ഓതിയിട്ട് എനിക്ക് തോന്നണത് ഇന്ന് ഗസയിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരെ പറ്റിയാണോ അല്ലാഹ് ഇത് പറയണെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ വിലയിരുത്തിക്കോ. വേറെ ഒരു പാർട്ടി അല്ലാഹു തആല കൊണ്ടുവരും. അവരെങ്ങനത്തെ പാർട്ടി? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിമിൻ ദാലിക ഫളലുല്ലാഹി യുഅതിഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ലോകത്താര് പറഞ്ഞാലും അവർ കുലുങ്ങൂല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉറങ്ങാത്തവര്, ഉറങ്ങണവർ അവരുടെ പണി നടത്തിക്കോ. ഉറങ്ങാത്തവരോട് ശ്രദ്ധിച്ചേ, ലോകത്താര് പറഞ്ഞാലും അവർ കുലുങ്ങൂല. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും വസാദഹും ഈമാന ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിങ്ങൾ ഒറ്റപ്പെട്ടു കേട്ടോ. സൗദി അറേബ്യ പറഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ടു, നിങ്ങൾ അവർ പറഞ്ഞ അനുസരിക്കുക, അമേരിക്ക പറഞ്ഞ അനുസരിക്കുക. സിറിയ പറഞ്ഞു, ജോർദാൻ പറഞ്ഞു, ഇറാഖ് പറഞ്ഞു, ഖത്തർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, അമേരിക്ക പറഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു, യൂറോപ്പ് എല്ലാവരും പറഞ്ഞു പോടാ. അവര് പറഞ്ഞു പോടാ നീയൊക്കെ നിന്റെ പണിക്ക്. ഞങ്ങളെ അവരെല്ലാവരും കൂടി ചുറ്റി വായിലിടുവോ? എന്നാ ഇട്ടോട്ടെ. സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ അങ്ങോട്ട് കൂടിയെന്ന് മാത്രമല്ല ഹസ്ബുനല്ലാഹ്, അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഞങ്ങളെ അവരെല്ലാവരും കൂടെ ചുറ്റിക്കൂട്ടാനാ അല്ലാഹ് നിന്റെ തീരുമാനമാണെങ്കിൽ ചുറ്റിക്കുട്ടിക്കൊന്ന് വായിലിട്ടോട്ടെ. ഉറച്ചു നിൽക്കും, എങ്ങും കൂസൂല. അവർ സർവസ്വവും അള്ളാഹുവിലേക്ക് തവക്കലാക്കും. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഈ കാണാവുന്ന കശാപ്പെല്ലാം നടന്നിട്ട് ഇസ്രായേൽ തല കുനിച്ച് വട്ടപൂജയായിട്ട് നിൽക്കുകയല്ലേ? അമേരിക്ക പറയണില്ല ഇനിയെങ്കിലും നിർത്ത്, കാരണം യുവമാരെ കീഴടക്കാൻ പറ്റൂല. അങ്ങനെയല്ലേ ഇപ്പൊ എന്ന് മനസ്സിലാവണത്? എന്നാ അതിപ്പോ എന്തോരം ഉണ്ട്? 42 കിലോമീറ്റർ നീളവും ഒരു 10-12 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ സ്ഥലത്തിന്റെ അടിയിൽ ഏതോ പൊത്തി കിടക്കുന്ന ഒരു കുറച്ച് ആൾക്കാരെ ഇപ്പൊ പറഞ്ഞത്. അവര് ലോകത്തിനെ വിറപ്പിച്ച് നിൽക്കുകയൊക്കെ എന്നാ ഞാൻ ചോദിക്കണത്. എന്റെ ജനങ്ങൾ ഇതൊക്കെ എന്റെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിക്കും, ഈ മാതിരി ഇങ്ങനെ പള്ളികൾ ഇങ്ങനെ പൊളിച്ച് ഉള്ള പള്ളിയുടെ അടിയിലെല്ലാം തുറന്ന് എവിടെയപ്പോ അതുള്ള ഇതുള്ളതെന്ന് ചോദിച്ച് അന്വേഷിച്ച് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതി വൺ സൈഡായിട്ടുള്ള വിധിയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നിരാശയ്ക്കും ക്ഷമയ്ക്കും ഈ സഹനതയ്ക്കും ഒക്കെ ഒരു അന്ത്യം ഇല്ലേ? ഇതെങ്ങാൻ തിരിച്ചടിച്ചാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങോട്ട് വന്നവർ ജീവിക്കാൻ വരികയാ, അങ്ങോട്ട് നേരിടാൻ ചെല്ലോട് മരിക്കാൻ ചെല്ലുകയാണ്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഇവിടെ സംഭവിച്ചേക്കണതാണ്. യഹൂദന്മാർ എന്താ ചെയ്യാ? അവര് പട്ടാളം ഒരുങ്ങി അവര് പോകുന്നത് പൗഡർ ഇട്ട് മുടിയൊക്കെ കറുപ്പിച്ച് ഭംഗിയായി ചുണ്ടൊക്കെ ചോമ്പിച്ചാണ് അവര് പോണത്. മറ്റവരെങ്ങനെയാണ്? മറ്റൊരു കൈ കെട്ടിനെടുത്തോണ്ടാണ് പോവാണ്. എന്തിനാ മരിക്കാൻ? യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലേക്കായി രാജ്യം പോണത്. ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരാഖണ്ഡിലല്ല കണ്ടത്. ചുമ്മാ കയറി പള്ളി അങ്ങ് ആക്രമിച്ചു, മദ്രസയും പൊളിച്ചു, വെടിയങ്ങ് വെച്ചു, 6 കൊന്നു. 60 ആശുപത്രിയിൽ 60 വണ്ടി മറിഞ്ഞ് പരിക്കുപറ്റിയതല്ല, 60 വെടിയേറ്റതാണ്. 60 പേരിൽ കേസ്. ഇന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ എണ്ണങ്ങളെ. എന്നിട്ട് നേതാക്കന്മാരെല്ലാവരും കൂടി നിട്ട് പറഞ്ഞു ഇവിടെ ഇപ്പൊ ശാന്തമാണ്. എന്തുകൊണ്ട് ശാന്തം? പാവപ്പെട്ടവരെ പള്ളി പിടിച്ചെടുത്തു, മദ്രസ പിടിച്ചെടുത്തു, അക്രമം ചെയ്തു. എന്ത് ശാന്തം? യഥാർത്ഥത്തിൽ ഇവിടെ എത്ര മര്യാദയോടെയും ശാന്തതയോടെയും ക്ഷമിച്ചും ജീവിക്കുന്ന ആളുകളെ പ്രകോപിപ്പിച്ച് ഇവരൊരു അക്രമവാസനയിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലിയിലേക്കാണോ രാജ്യത്തെ ഭരണാധികാരികൾ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ സംശയിക്കുകയാണ്. ഹൊസൈലെ പോലെ തന്നെ ഹൊസൈൽ ഇപ്പൊ സംഭവിച്ചേക്കണം എന്താണ്? മുജാഹിദ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അവരെ കൊണ്ട് ഇപ്പൊ ലോകം പൊറുതിമുട്ടിയില്ലേ? ഒരൊറ്റ കപ്പലിപ്പോ കടലിൽ കൂടെ പോകാൻ അനുവദിക്കണ്ടോ അവര്? ഇല്ല. എല്ലാം പ്രശ്നങ്ങളല്ലേ. അതാ ഞാൻ പറഞ്ഞ ഈ ഓടണോനും കഥയ്ക്കും ഓടിക്കണോനും കഥിക്കും. ഓടിക്കണോന്റെ ധാരണ ഈ ഓടണോന്റെ ധാരണ ഓടിക്കണവൻ വിജയിച്ചു എന്നല്ല, ഓടിക്കണവനും കഥച്ചോണ്ടായി ഓടണേ. രണ്ടും മനുഷ്യരാണ്. പോട്ടെ ജനങ്ങളെ, പോട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നത്?
നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗസർ ഇട്ട് നടക്കുന്നവരുടെ മക്കൾ ആരാ? ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ മുടി കെട്ടിയതുപോലെ മുടി കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ആൺകുട്ടികൾ ഏത് സമുദായത്തിലാ? ഹിന്ദുവിലാണോ, ക്രിസ്ത്യാനിയിലാണോ, അത് ഈ സമുദായത്തിലാണോ? യഹൂദ ചെറുപ്പക്കാരൻ ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയെടുത്തു. ഫലസ്തീനി ചെറുപ്പക്കാരന് കൊടുത്തപ്പോൾ അവൻ ആവേശത്തോടെ താല്പര്യത്തോടെ മേടിച്ചത് പൊതി വിടർത്തി അല്പമെടുത്ത് നാക്കിന്റെ അടിയിൽ വെച്ചു. തങ്ങള് പറഞ്ഞു, മോനെ, യഹൂദൻ തന്ന പൊതി എടുക്കല്ലേട്ടോ, അത് ലഹരിയാണ് കേട്ടോ. ഇന്നഹു റഅസകുല്ലി ഫാഹിഷത്തിൻ. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, മക്കളെ, അവര് തന്ന പൊടി തൊടല്ലേട്ടോ. ആ പൊതി സർവ്വ അപകടങ്ങളും സർവനാശങ്ങളും വിരിച്ചു തരുന്ന ലഹരിയാണ് കേട്ടോ മക്കളെ. ലഹരിയുടെ സുഖത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കള് പറഞ്ഞു, പോടാ മുസ്ലിയാരെ, പോടാ തങ്ങളെ, പോടാ കമ്മിറ്റിക്കാരെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ കുറെ വർഷം മുമ്പ് അറിയാലോ. 18 വയസ്സുപോലെ ഞാൻ ഈ അമലുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇപ്പൊ വയസ്സിന്ന് ഇപ്പൊ മലബാർ ചോദിച്ചു എത്ര വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു 64 വയസ്സായിരുന്നു. അള്ളാഹു താല അദ്ദേഹത്തിന് ആഫിയത്തല്ല. എപ്പോ വന്നാലും മലബാറിന്റെ വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിക്കാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ തൊഴിൽ അള്ളാഹു എന്നീ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. എപ്പോ വന്നാലും കഴിക്കാറുണ്ട് അവിടെ പോയി. ഇന്നും ഇപ്പോൾ അവിടെ തന്നെ പോയി കഴിച്ചു. അപ്പോൾ ഈ 64 വയസ്സിന്റെ ഇടയിൽ ഞാൻ ഇവിടെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കാണുന്ന സദസ്സാണോ ഇപ്പോഴുള്ള സദസ്സങ്ങളൊന്നും വിലയിരുത്തി നോക്കി. കുറെ കാലം ഒക്കണത്, കുറെ കൈയില്ലാത്തത്, കുറെ തപ്പി പിടിച്ചോണ്ട് നടക്കണത്, കുറെ നരച്ചത്, കുരച്ചത്, അല്ലേ, കവറിലേക്ക് കാലിയിട്ടത്, കുറെ മുതുക്കന്മാർ, കുറെ മുതുക്കികളും. പണ്ടെങ്ങനെയാണോ? പണ്ട് ചെറുപ്പക്കാരികളും നിറഞ്ഞിരിക്കും സദസ്സിൽ. എന്നാ അവരെങ്ങോട്ടാ പോയെ? അവർ കളിസ്ഥലത്ത് എന്നാ കാണാം, ഇല്ലെങ്കിൽ കലങ്കയിലെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കണ കാണാം. ചുമ്മാ ഇരിക്കുമല്ല. ഇന്നലെ ഞാൻ എൻ്റെ ഇടറോട്ടിലേക്കും കൂടെ ഇറങ്ങുമ്പോൾ 2 വണ്ടി കാർ അപ്പുറം ഇപ്പുറം നല്ല പൂ പോലെ നിൽക്കുന്ന ചെറുപ്പക്കാർ. മോനോട് ചോദിച്ചു, മോനെ ഇത് എന്താ ആൾക്കാരാ? അതൊക്കെ കച്ചവടക്കാരായിരിക്കും. അപ്പ എല്ലാം മുഖം കണ്ടിട്ട് നമ്മുടെ മക്കൾ തന്നെയാണ്. നിങ്ങളെടുത്ത് നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരാ? എനിക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം ഞാൻ എൻ്റെ നഗ്നമായ എൻ്റെ ചെവികളെ കൊണ്ടിട്ട് നേരിട്ട് കേട്ടതാണ്. ഈ കേരള സംസ്ഥാനത്തെ എക്സൈസ് സർവീസിലെ ഉയർന്നതായ ഒരു ഉദ്യോഗസ്ഥൻ മോളിൽ ചുവന്ന ലൈറ്റുള്ള വാഹനത്തിൽ ബോഡി ഗാർഡോട് കൂടിയാണ് അയാൾ വന്നത്. പെരുമ്പാവൂർ ഒരു ഓഡിറ്റോറിയത്തിൽ അയാൾ പ്രസംഗിക്കുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക സേവന കാലഘട്ടത്തിൽ എൻ്റെ അടുക്കൽ വന്ന കേസുകളിൽ 80% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ കേസാണ് എൻ്റെ അടുക്കിലേക്ക് വരിക. മയക്കുമരുന്ന്, ലഹരി, കടത്ത്. ഇതാരാണ് നിയന്ത്രിക്കുക? പറ്റുമോ? ഉലമാക്കളെ കൊണ്ട് സാധിക്കുമോ? കമ്മിറ്റിക്കാരെ കൊണ്ട് സാധിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഫലസ്തീൻ ഇവിടെ ആവർത്തിക്കപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏത് നിലയ്ക്കും എടുത്തു നോക്കിയാൽ, കുടുംബ കോടതി ചെന്ന് നോക്കി, ഏറ്റവും കൂടുതൽ കേസുകൾ എവിടെയാണ്? ആരുടേതാണ്? സമുദായത്തിൻ്റെതാണ്. എന്തൂരം തലാക്കൾ. കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെയ്തപ്പോൾ പ്രസിഡന്റ് പറയാണ്, ഉസ്താദെ, ഇന്ന് സ്റ്റേഷനിൽ സർക്കിളിന്റെ അടുക്കൽ ഒരു കേസുമായിട്ട് ഞാൻ പോയിട്ട് വരികയാണ്. അയാൾ എന്നോട് പറയാ, എന്തുകൊണ്ടാണ് ചന്ദനത്തോപ്പോ പുത്തന്തോപ്പോ, ആ കൊല്ലത്തിന് കിഴക്കുവശം ഒരു മക്കാമൊക്കെ ഉള്ള സ്ഥലം. അവിടുത്തെ പ്രസിഡന്റ് എന്നോട് പറയാ, ഒരു ഹിന്ദു ആകുന്ന സർക്കിൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ ഈ നിലവാരത്തിൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് നിങ്ങൾക്ക് തലവേദന കൂടുള്ളൂ. നിങ്ങൾ വിവാഹത്തിലേക്ക് ദമ്പതികളെ ഇറക്കുന്നതിന് മുമ്പ് അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു കോച്ചിങ് കൊടുക്ക്. ഒരു ഹിന്ദുവായ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു മുസ്ലിം പള്ളിയുടെ ഭരണാധികാരിയോട് പറഞ്ഞെങ്കിൽ പൊന്നാർ നബിത്തങ്ങൾ എന്താ പറഞ്ഞത്? തടി, മിടുക്കും, സൗന്ദര്യവും, കാശും ഉള്ളതിനെ കെട്ടല്ലേ, കെട്ടിച്ചു കൊടുക്കല്ലേ. മതബോധമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ആരാണ് അന്വേഷിക്കുന്നത്? പറ. ഇത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഏക മതമല്ല ഇത്. ഒരു ഹിന്ദുവായ പോലീസ് ഓഫീസർ ഇതേ നിലയിൽ ഒരു സമുദായത്തിന്റെ നേതാവിനോട് വിളിച്ചു പറയേണ്ടി വന്നെങ്കിൽ സമുദായം എവിടെ എത്തി? ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകളും കുടുംബ കലഹങ്ങളും കുടുംബ കോടതി ചെന്ന് നോക്ക് ഈ സമുദായത്തിൻ്റെതാണ്. ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തിന്റെ. ഇതൊരു ഭയങ്കര പോയിന്റ് കേട്ടോ. ഞാൻ അതേൽ തൊടണില്ല, കാരണം തൊടാനുള്ള ഒരു ശൈലിയിലല്ല കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ, നിങ്ങൾ യുക്തിവാദികളുടെ സംഘടന പോയി എടുത്തു നോക്കിക്കോ. ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളാണ്. എന്നിട്ട് അവരെന്താ പറയുന്നല്ലോ?
ഞാൻ എക്സ് മുസ്ലിമാണ്. അത് അഭിമാനത്തോടെ പറഞ്ഞേ, ഞാൻ മുസ്ലിമിൽ നിന്നും പുറത്തു ചാടിയവനാണ്, പുറത്തു ചാടിയവളാണ്. എന്താണ് കുഴപ്പം? ഇവിടത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി, യുക്തിവാദിയിലേക്ക് നമ്മുടെ മക്കൾ പോകാനുള്ള കാരണം ഇതാ, നമ്മുടെ ഈ രാജ്യത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി ഒരു യുക്തിവാദി നേതാവിന്റെ നാവിൽ നിന്നും പരിഹസിക്കപ്പെടുന്നില്ല. ശ്രദ്ധിച്ചോളണം നിങ്ങൾ. ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടി ഈ രാജ്യത്തെ ഒരു യുക്തിവാദിയുടെ നാവിൽ നിന്നും നാണം കടത്തപ്പെടുന്നില്ല. ആ സ്ഥാനത്ത് മുസ്ലിം കുട്ടികൾ യുക്തിവാദിയുടെ നാവിനാൽ നാണം കെടുകയാണ്. ഇതാ യുക്തിവാദികൾ സമുദായത്തിൽ കൂടുതൽ കയറാൻ കാരണം. പരിഹാരം നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യുക്തിവാദിയുടെ നേതാവും യേശു ക്രിസ്തു ജാരസന്തതിയാണെന്ന് പറയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, പറയില്ല. യഥാർത്ഥത്തിൽ യുക്തിവാദിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പാടില്ലേ? ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന മറിയം, അവൾ വ്യഭിചാരിണിയാണ്. കാരണം ഭർത്താവില്ലാണ്ടാണ് ഈ യേശു എന്ന് പറയുന്നത്, ഇതിനെ പ്രസവിച്ച്. അപ്പോൾ അവൾ വ്യഭിചാരിയല്ലേ? മുസ്ലിമിന് ഇത് പറയാൻ പാടുണ്ടോ? പാടില്ല, പാടേയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പക്ഷെ യുക്തിവാദിക്ക് ഇങ്ങനെ പറയാൻ പാടില്ലേ? പക്ഷെ യുക്തിവാദി പറയണുണ്ടോ? ഇപ്പൊ ക്രിസ്ത്യാനി കുട്ടി നിവർന്നിരിക്കുകയാണ്. ഒരു ഹിന്ദു കുട്ടി കൃഷ്ണൻ 11,000 പെണ്ണ് കെട്ടിയവനാണ്. ഒരു യുക്തിവാദിയും പറയുന്നത് ഹിന്ദു കുട്ടി കേൾക്കണില്ല. കാരണം എന്താ? യുക്തിവാദി പറയില്ല. രാമൻ കൊലയാളിയാണ്, രാവണനെ കൊന്നത് അവനാണ്. ഒറ്റ യുക്തിവാദിയും പറയില്ല. അപ്പൊ ഹിന്ദു കുട്ടി മാന്യനായി നിൽക്കുകയാണ്. മുസ്ലിം കുട്ടി, നിങ്ങളുടെ നബി 11ാമത്തെ വയസ്സിൽ ആയിഷാനെ കെട്ടിയില്ലടാ, പോട്ടാ, മിണ്ടൂല. സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നും നിന്റെ നബീനെ നാട്ടുകാർ ആട്ടി ഓടിച്ചില്ലേടാ, മിണ്ടൂല. മുസ്ലിം അല്ലാത്തവരെ കണ്ടാ കൊല്ലണമെന്ന് നിന്റെ ഖുർആനിൽ സൂറത്ത് തൗബയിൽ 5ാമത്തെ ആയത്തിൽ ഇല്ലേടാ. ഫഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും. ഇവൻ വീട്ടിൽ ചെന്ന് മുസാഫ് എടുത്തു നോക്കും, ഖുർആന്റെ പരിഭാഷ സൂറത്ത് തൗബ എടുക്കും, 5ാമത്തെ ആയത്ത് അമുസ്ലിമിനെ കണ്ണോടുത്ത് വെച്ച് കൊല്ലണം. ഞാൻ എക്സ് മുസ്ലിമാ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഉണ്ടോ? എന്തിയേ? നമ്മുടെ മക്കൾക്ക് പറയാൻ അറിയില്ല. 11ാമത്തെ വയസ്സിൽ ഈ നബി തങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ അത് നബി മാത്രം അല്ലടാ, ആ കാലഘട്ടത്തിലുള്ള വിവാഹ സമ്പ്രദായം അങ്ങനെയാണ്. ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടിയത് 15ാമത്തെ വയസ്സിലാ. ഇന്ന് കെട്ടിയാൽ ഞാനും അവളും അവളുടെ വാപ്പായും എൻ്റെ വാപ്പായും ജയിലിൽ പോവില്ലേ? 15 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഭാര്യനെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് 25 വയസ്സും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഈ നാട്ടിൽ എത്ര മനുഷ്യന്മാരെ ഇതുപോലെ എടുത്തു പറയാനുണ്ട്. അല്ലാണ്ട് നബി മാത്രമാണോ 11 വയസ്സിൽ ആയിഷാനെ കെട്ടി? അന്നത്തെ സമ്പ്രദായം അതാണ്. പറയാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. എടാ, നബീനെ നാട്ടിൽ നിന്ന് ഓടിച്ചതല്ലടാ, സ്വന്തം കുടുംബക്കാരോട് പോലും വിഗ്രഹാരാധന മാറ്റണേ, ഏക ഇലാഹിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഉപദ്രവം കൂടി. പിടിച്ചു നിൽക്കാനുള്ള ശൈലി അപ്പോഴില്ല. അള്ളാന്റെ ഓർഡർ വന്നു, 400 കിലോമീറ്റർ അകലെയുള്ള മദീനത്തേക്ക് പോക്കോ. വഴി അറിയാണ്ടല്ലടാ പോയത്, വഴി അറിയാതെ പോയതല്ല, മദീനത്തേക്ക് പോകണമെന്ന ഓർഡർ. ഓടിച്ചു വിട്ടതാണ്. ഈ കൈ കിട്ടിയത് എടുത്തോണ്ട് പോവില്ലേ? കൃത്യം 10ാം കൊല്ലം. എടാ, കൃത്യം 10ാം കൊല്ലം 1.25 ലക്ഷം പടയണിയുമായി പരിശുദ്ധമായ മക്കത്തേക്ക് വന്നിറങ്ങി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 1.25 ലക്ഷം പടയണിയുമായിട്ട് വന്നിറങ്ങിയപ്പോൾ ഓടിച്ച നാട്ടുകാരാണെങ്കിൽ ഓടിച്ചവരെ ആക്രമിക്കണ്ടേടാ. മക്കത്തുള്ള ഒരു മനുഷ്യനെ നുള്ളിയോ? 1.25 ലക്ഷം വരുന്ന സംഘം നുള്ളിയോ? മക്കത്തെ ഒരു ഇലയുടെ ഒരു കൂമ്പ് നുള്ളിയോ? എന്താ നുള്ളാതിരുന്നത്? ദീനി പ്രവർത്തനത്തിന് വേണ്ടി അവർ പോയി മുസ്ലിങ്ങളായി തിരിച്ചു വന്നു. ഒരിക്കലും ഓടിച്ചു വിട്ടതല്ല. പറയാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. എടാ, സൂറത്ത് തൗബയിലുള്ള ആയത്തിന്റെ വിധി തന്നെ ദുർബലപ്പെട്ടതാണ്. ആ വിധി എപ്പോ ഉണ്ടായതാ? മദീനത്ത് ചെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുശ്രിക്കുകൾ ഇന്ന് ഇസ്രായേലികൾ ഫലസ്തീനിയെ കൊല്ലുന്നത് പോലെ കൊല്ലാൻ തുടങ്ങി. അപ്പൊ മുസ്ലിമിനോട് പറഞ്ഞു, നീ ചുമ്മാ നിന്നങ്ങനെ വെട്ടി കൊല്ലപ്പെടണ്ട, നീ വാളെടുത്തോ, അവനെ തട്ടിക്കോ. പക്ഷെ ആ നിയമം ദുർബലപ്പെട്ടു. തൊട്ടടുത്തുള്ള ആയത്തെ ഞാനിപ്പോ മുമ്പ് ഓതി, മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യന് അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണോടാ. അതേ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത വരിയില് പേജ് മറിക്കണ്ടടാ, നീ എടുത്തു നോക്ക്. അമുസ്ലിം വന്നാൽ അഭയം കൊടുത്താൽ മാത്രം പോരാ, പിന്നെയോ അവനക്ക് അല്ലാന്റെ കലാമിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് മാത്രം പോരാ, പിന്നെ അവനെ ഉദ്ദേശിച്ച് അവനോട് ചോദിക്കണം,
അവനോട് ചോദിക്കണം, നിനക്ക് എവിടെയാടാ സുരക്ഷിതം എന്ന് ചോദിക്കണം. അപ്പൊ കാക്ക, എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്നാ സുരക്ഷിതമായി ജീവിക്കാം, ആ സ്ഥലത്തേക്ക് നീ അവനെ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് എത്തിക്കണം. ഇതെടുത്ത് നോക്കടാ യുക്തിവാദി എന്ന് പറയാൻ. നമ്മുടെ മക്കൾക്ക് ഖുർആൻ അറിയില്ല. ഇനി ഖുർആൻ അറിയില്ല പോട്ടെ, വർത്താനം പറയാനും അറിയില്ല. എടാ യുക്തിവാദികളെ, നിന്റെ അപ്പൻ, നിന്റെ അപ്പന്റെ അപ്പൻ, നിന്റെ അളിയൻ, നിന്റെ നാത്തൂൻ, നിന്റെ ചേട്ടൻ, നിന്റെ ചേച്ചി ഒക്കെ കോടികൾ കൊണ്ടുവരുന്നത് മുസ്ലിം രാജ്യത്തു നിന്നല്ലേടാ. ഒരു കഥയില്ലാത്ത പാവങ്ങളായതുകൊണ്ടിട്ടില്ലേ ഇവിടെ 2.5 ഏക്കർ പൊളിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ പള്ളി കത്തി കഴിഞ്ഞപ്പോൾ അവിടെ 25 ഏക്കർ കൊടുത്തിട്ട് അമ്പലം പണിത് കൊടുത്തു. ഇതന്നെ ഇപ്പൊ ഇസ്രായേലും ഫലസ്തീനും ചെയ്തതാ. ഇവിടെ കിടന്നോടാ യൂത, അവനെ കിടത്തി ഉന്തിച്ചാടിച്ച് പുറത്താക്കി. ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് ചെല്ലുമെന്നാണ് UAE-യുടെ വട്ടുവച്ച പോത്തിന്റെ ധാരണ. എല്ലാവരും അങ്ങോട്ട് ചെല്ലും. അപ്പൊ ടൂറിസ്റ്റിന്റെ കാശ് കിട്ടും. എവിടെ ഒക്കെ വലിയ താമസമില്ലാതെ നിന്റെ രാജ്യമൊക്കെ ശിർക്കോട്ട് നിറയൂടാ, നിന്നെ പുറത്താക്കും, കടലിലേക്ക് വെള്ളിക്കളയും. ഭയങ്കര കുഴപ്പത്തിലേക്ക് പോണേ, ബുദ്ധിയില്ല. അത് തന്നെ പോട്ടെ. പക്ഷെ ഈ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ചോദിക്കാറില്ല. എടാ, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി അല്ലടാ നീ കാശുണ്ടാക്കിയത്. ഇസ്ലാമിക രാജ്യമാണടാ സൗദി അറേബ്യ. ഖുർആൻ അവിടുത്തെ ഭരണഘടന. അവിടെ ചെന്ന് നിന്റെ ചേട്ടൻ ഇറങ്ങി എയർപോർട്ടിൽ ചെന്നു. അവിടെ ചെന്നു പിന്നെ എമിഗ്രേഷൻ ഒക്കെ നടന്ന് നോക്കുമ്പോ നിന്റെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു കുഞ്ഞികൃഷ്ണൻ. മാറിക്കടാ, നീ മുസ്ലിം അല്ല. എടാ, ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോടാ? മുസ്ലിം അല്ലാത്തവരെ കാണുമ്പോ കാണോടത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ മുസ്ലിം അല്ലാത്തതിന്റെ പേര് കൊല്ലുന്നു എന്ന് പറഞ്ഞു കൊന്നിട്ടുണ്ടോടാ? നേരെ മറിച്ച് നിന്റെ രാജ്യത്ത് എന്താടാ നടക്കണേ? മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ലേടാ കൊല്ലണേ? പറ. തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. നമ്മുടെ മക്കൾ ആരാവും? ഞാൻ എക്സ് മുസ്ലിമാണ്. എല്ലാത്തിനും ഉത്തരവാദി നമ്മളാ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? യുക്തിവാദി പെരുകുന്നു, കള്ള് പെരുകുന്നു, ഉമ്മാനെ തല്ലണവർ പെരുകുന്നു, വാപ്പാനെ തല്ലണവർ പെരുകുന്നു, ഉലമാക്കള് പറയുന്നത് ധിക്കരിക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് ഫലസ്തീനി ചെന്നെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തു. ഈ കൈകാര്യം ചെയ്യലെന്ന് പറഞ്ഞാൽ എന്താ? കൊലപാതകങ്ങളാണ്.